കൊച്ചു കുട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ജയിച്ചു. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉള്ളവരെ കൈ നോക്കിക്കണോ? 3-ാം ക്ലാസ്. 4-ാം ക്ലാസ് വല്ലവരുണ്ടോ? 4. 5-ാം ക്ലാസ് ഉണ്ടോ? 5. 6-ാം ക്ലാസ് ഉണ്ടോ? 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്, 11-ാം ക്ലാസ്, 12-ാം ക്ലാസ്. ഓക്കെ, ഒരാളെ അയാൾ എന്റെ വിദ്യാർത്ഥി. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന വചനം വളരെ പ്രധാനപ്പെട്ട വചനമാണ്. നിങ്ങള് ഈ ലോകത്ത് ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് മാത്രം പഠിച്ചാൽ മതി. സങ്കീർത്തനം 23. സങ്കീർത്തനം 23. ഇതിനകത്ത് ബൈബിള് കണ്ടിട്ടില്ലാത്തവരൊന്ന് കൈവയ്ക്കുക. ബൈബിള് കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ബൈബിള് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താ പറയണം? ബൈബിള് തുറന്നു നോക്കി വായിച്ചിട്ടില്ലാത്തവരുണ്ടോ? സത്യസന്ധമായിട്ട് പറയാം. ബൈബിള് തുറന്നു നോക്കി വായിച്ചിട്ടില്ലാത്തവരുണ്ടോ? പറഞ്ഞു. ഒരാളേ ഉള്ളൂ. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? സ്കൂളിൽ വെച്ച്. ഓക്കെ. ഈ 23-ാം സങ്കീർത്തനം വായിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? വായിക്കാത്ത കൈ നോക്കിക്കേ. 23-ാം സങ്കീർത്തനം. സത്യം പറയണേ, കള്ളം പറയുന്നത്. വീട്ടിൽ നിന്നുകൊണ്ട് ആരും കള്ളം പറയാൻ പാടില്ല. മിക്കവാരെല്ലാവരും 23-ാം സങ്കീർത്തനം വായിച്ചിട്ടില്ല. ഓക്കെ. ക്രൈസ്തവരായിട്ടുള്ളവരൊന്നും എഴുന്നേറ്റേ. ക്രൈസ്തവരായിട്ടുള്ളവർ, ക്രിസ്ത്യാനികളായ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ക്രിസ്ത്യാനികളായിട്ടുള്ളവരുണ്ട് എഴുന്നേറ്റ്. ആഹാ, ക്രിസ്ത്യാനികൾ ഇത്രയും എണ്ണം ഉണ്ടായിട്ടും 23-ാം സങ്കീർത്തനം വായിച്ചിട്ടില്ല. ഇതെന്തൊരു ലോകപടായി. അപ്പൊ ഞാൻ അതറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. തിരിച്ച് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയത്തില്ല, നിങ്ങൾ എഴുന്നേക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പോ 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ, എന്റെ അമ്മച്ചി എന്നെ ആദ്യം പഠിപ്പിച്ചതാണ്. അത് കുഞ്ഞേ കുട്ടി വാങ്ങി സൺഡേ സ്കൂളിന് പോന്നി, ആദാ നിന്റെ വല്യപ്പൻ, അവ്വ നിന്റെ വല്യമ്മ, ഏതെന്ന തോട്ടത്തിൽ ദൈവം അവരെ പാർപ്പിച്ചു, അവർ പാപം ചെയ്തതിനാൽ ദൈവം അവരെ പുറത്താക്കി. ഇതാണ് എന്നെ ആദ്യം എന്റെ അമ്മ പഠിപ്പിച്ച പാട്ട്. അതിനകത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയുണ്ട്. രണ്ടാമത് എന്നെ പഠിപ്പിച്ചതാണ് എന്ന് പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ അവിടെ നടത്തുന്നു, സ്വച്ഛമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു. മനോഹരമായ സംഗീതമാണിത്. നമ്മൾ കുട്ടികൾ എന്തെല്ലാം കറുപ്പിനഴക്, വെളുപ്പിനഴക്, ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കും. പക്ഷേ യഹോവ എന്റെ ഇടയനാകുന്നു, ഇതാരും ഓർത്തിരിക്കുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും ഉന്നത പദവിയിലിരുന്ന TN ശേഷൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉറച്ച നിലപാടുകൾ എടുക്കുന്നതിനും കാരണമായത് ബൈബിളിലെ ഈ 23-ാം സങ്കീർത്തനമാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളാണ്. പാലക്കാട്ടുകാരനാണ്. പക്ഷെ അദ്ദേഹം പഠിച്ചത് എവിടാണെന്ന് ചോദിച്ചാൽ പാലക്കാട്ടുള്ള ഒരു കോൺവെന്റ് സ്കൂളിലായിരുന്നു. അന്നത്തെ കാലത്ത് കോൺവെന്റ് സ്കൂളിലെ കന്യാസ്ത്രീകൾ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആ കോൺവെന്റ് സ്കൂളിലെ ഒരു കന്യാസ്ത്രീ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ TN ശേഷനെ പഠിപ്പിച്ചതാണ് ഏതെന്ന് പറയുന്നത്, യഹോവ എന്റെ ഇടയനാകും. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഈ സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ കോട്ടയം, ചങ്ങനാശ്ശേരി, പാല, ഇങ്ങനെയുടെയൊക്കെയുള്ള, അതുപോലെ മർത്തോമാ ക്രിസ്ത്യാനികൾ, മർത്തോമാ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവര്, അങ്ങനെയുള്ളവരുടെ എല്ലാം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ആദ്യം പഠിച്ച പ്രാർത്ഥന എന്തായിരിക്കും? യഹോവ എന്റെ ഇടയനാകും. നമ്മൾ ആലോചിച്ച് നോക്കണം, എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഇത് പഠിപ്പിക്കാതെ പോയത്? ഇത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ ശൈലി വേറെ ഒന്നായേനെ. നമ്മളുടെ ജീവിതത്തിന്റെ രീതി തന്നെ മാറിയേനെ. കുടുംബത്തിന്റെ അവസ്ഥ തന്നെ മാറിയേനെ. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ,
യേശു ക്രിസ്തു ഈ അനേകം ദൈവങ്ങളിൽ ഒരാളാണെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു അനേകം ദൈവങ്ങളിൽ ഒരാളാണ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലൊക്കെ തന്നെ ക്രൈസ്തവ ജീവിതം നമുക്കും നയിക്കാം. നമുക്ക് തേരിടാം, എടുക്കാം, ആർപ്പുള്ളി നടത്താം, കൊട്ടും പാട്ടുമാകാം, ചെണ്ടമേളമാകാം, ബഹളമാകാം, കുറച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കാം, കുറച്ച് കർമ്മങ്ങൾ നടത്താം, കുറച്ച് ക്രിയകളൊക്കെ നടത്തി ഇങ്ങനെ പോകാമെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്രിയകൾക്കോ കർമ്മങ്ങൾക്കോ കറുപ്പ് ചരടുകൾക്കോ ഏലസുകൾക്കോ ഒന്നും യേശുക്രിസ്തുവിനെ പിടിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? യേശുക്രിസ്തുവിനെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കണം. എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത്? യേശുവെ, അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ പുത്രനാണ്. അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത് പാപികളായ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അങ്ങ് വന്നത് വഴിയായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളും അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഞങ്ങളുടെ മേൽ പാപമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപ അവസ്ഥകൾ എന്തൊക്കെയാണ് നമുക്ക് ബോധ്യം കിട്ടും. നിങ്ങൾ കുഞ്ഞുങ്ങളാ, നിങ്ങൾ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടില്ലേ? അപ്പച്ചനെ അമ്മച്ചയും വേദനിപ്പിച്ചിട്ടില്ലേ? കള്ളം പറഞ്ഞിട്ടില്ലേ? മോഷ്ടിച്ചിട്ടില്ലേ? കാണണ്ടാത്ത കാര്യങ്ങൾ കണ്ടിട്ടില്ലേ? ചീത്തയായ കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടില്ലേ? തെറി പറഞ്ഞിട്ടില്ലേ? വഴക്ക് പറഞ്ഞിട്ടില്ലേ? അടിയുണ്ടാക്കിയിട്ടില്ലേ? ഇടിച്ചിട്ടില്ലേ? കലഹിച്ചിട്ടില്ലേ? അങ്ങനെ അനേകം തെറ്റുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ തെറ്റുകളെല്ലാം യേശുപ്പച്ചാ നീ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്റെ യേശുവേ, എന്റെ പാപമെല്ലാം കഴുകിക്കളയണമേ. ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പാപം കഴിക്കുന്നതിന് വേറെ ഒറ്റ വഴിയുമില്ല. ഏതെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ പള്ളിയുടെ അപ്പുറത്ത് കുളമുണ്ട്, ആ കുളത്തിൽ പോയി കുളിച്ചത് കൊണ്ട് നമ്മുടെ പാപം കഴുകപ്പെടത്തില്ല. ഇനി യേശുദമ്പുരാനെ മാമോദീസ നൽകിയ സ്ഥലമുണ്ട്, ജോർദാൻ നദി. ആ ജോർദാൻ നദിയിൽ പോയി അവിടുത്തെ വെള്ളം അവിടെ പോയി നമ്മൾ കുളിച്ചത് കൊണ്ടും നമ്മുടെ പാപം പോവുകയില്ല. അതല്ല എങ്കിൽ എവറസ്റ്റ് കൊടുമുടിയുടെ മണ്ടയ്ക്ക് നമ്മൾ കെട്ടി ശരണം വിളിച്ചുകൊണ്ട് കയറിയാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് എന്ത് ചെയ്യത്തില്ല? നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. മരിച്ചതിന് ശേഷം നമ്മൾ ചില ക്രിയകൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി ക്രിയകൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല? യേശു ക്രിസ്തുവിന്റെ രക്ഷ നമുക്ക് ലഭിക്കുകയില്ല. യേശുക്രിസ്തുവിന്റെ രക്ഷ വളരെ സിമ്പിളാണ്. ഈ ലോകത്ത് എന്ത് ചെയ്താൽ മതി? യേശുപ്പച്ചാ, ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, ഇനി ഞാൻ തെറ്റ് ചെയ്യുകയില്ല, അങ്ങേ എന്റെ പുത്രനായി എന്റെ പുത്രിയായി സ്വീകരിക്കണമേ എന്ന് ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയും. ഇതിലുള്ള കാര്യം വളരെ സിമ്പിളാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ് ജീവിതത്തിൽ നിങ്ങൾക്ക് യേശുവിന്റെ സ്വഭാവം ലഭിച്ചുകൊണ്ടേയിരിക്കും. യേശുവിന് നിരക്കാത്തതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു യേശുവിന് നിരക്കാത്ത ഒത്തിരി പ്രവൃത്തികൾ. എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു അനാവശ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതൊരോ ദിവസവും യേശുവിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. യേശുവിനെ വിശ്വസിക്കുന്നതിന്റെ ഒന്നും ആവശ്യമില്ല. കറുപ്പ് ചരടിന്റെ ആവശ്യമില്ല, നാള് നോക്കുന്നതിന്റെ ആവശ്യമില്ല, സകലം നോക്കുന്നതിന്റെ ആവശ്യമില്ല, ജോത്സ്യന്റെ അടുക്ക പോകേണ്ടതിന്റെ ആവശ്യമില്ല, ഒന്നുമില്ല. ഞാൻ എന്റെ ദേഹത്ത് നോക്കുക, യാതൊന്നുമില്ല, ഒരു സാധനവുമില്ല, യാതൊരുത്തിനും. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല ക്രിസ്ത്യാനിയാണെന്ന്. ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ പറയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇവിടെ കെട്ടിത്തൂക്കിടേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്റെ ഹൃദയമാണ് ഞാൻ ആർക്ക് കൊടുത്തിരിക്കുന്നത്? എന്റെ യേശുവിന് കൊടുത്തിരിക്കുന്നത്. ഇനി ആരെങ്കിലും അത് കഴുത്തിലുള്ളത് കൊണ്ട് കൂടുതൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ളത് ചെയ്തോട്ടെ, അവരെ ഞാൻ കുറ്റം പറയുകയല്ല.
പക്ഷെ ഇതാണ് നമുക്ക് വേണ്ടത്. യേശുവിന് വേണ്ടുന്നത്, ഒരു മനുഷ്യന്റെ എന്താണ് വേണ്ടുന്നത്? ഹൃദയമാണ്. അതുകൊണ്ട് യേശുവോട് പറയണം, യേശുവേ എന്റെ ഹൃദയത്തിന്റെ നാഥനായി നീ എന്നിൽ വസിക്കണമേ. ഒരാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് ആവശ്യമില്ല. എന്തെല്ലാം ആചാരം! മനുഷ്യന് ഇന്ന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബാധ്യതകളായി വന്നുകൊണ്ടിരിക്കുക. എന്തെല്ലാം ആചാരങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത്! മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എന്തെല്ലാം ആചാരങ്ങളാണ്! വഴിയെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. അവധികൾ ഇപ്പൊ എത്ര വരുന്നതെന്നറിയാമോ? തിരുവനന്തപുരത്ത് അവധിയുടെ ബഹളമാണെന്നാ പറയുന്നത്. ആറ്റുകാലിന്റെ ഒരു 2-3 ദിവസത്തെ അവധി. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നും അവധിയായിരുന്നു, മുസ്ലിം പള്ളിയുടെ ഉറൂസ് തിരുനാളിനോടനുബന്ധിച്ച്. പിന്നാണ് വെട്ടുകാട്ട് പള്ളിയിലെ പെരുന്നാള്. എത്ര വർക്കിംഗ് ഡേ ആ പോകണമെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യരിതിന്റെയൊക്കെ പിന്നാലെ പോയി. എന്തെങ്കിലും മെച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു പെരുന്നാൾ നമ്മൾ നടത്തിയതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മെച്ചം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? ഒരു ആത്മീയമായ അനുഭൂതി ഉണ്ടാകുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ കേവലം ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും പിന്നാലെ അല്ല നമുക്ക് പോകേണ്ടത്. നമുക്ക് പോകേണ്ടത് എന്താണ്? തിരുവചനത്തിൽ അനുസരിച്ചാണ് പോകേണ്ടത്. ഈ തിരുവചനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതാണോ? ലോകത്തുള്ള സർവ മനുഷ്യർക്കുമുള്ളതാണ് ഈ തിരുവചനം എന്ന് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാം? നിർഭാഗ്യം എന്ന് പറയട്ടെ, ക്രിസ്ത്യാനികളിൽ എത്ര ശതമാനം ആൾക്കാരുണ്ട് ഈ തിരുവചനം വായിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ച് കത്തോലിക്കരായ മക്കള് തിരുവചനം വായിക്കുന്നില്ല. ആദ്യം വായിക്കേണ്ട തിരുവചനമാണ് യഹോവ എന്റെ ഇടയനാകും, 23-ാം സങ്കീർത്തനം. എത്ര കുഞ്ഞുങ്ങൾ വായിച്ചിട്ടുണ്ട്? കണ്ടില്ലേ? നമുക്കിപ്പോ ഒരു നല്ല മാർപ്പാപ്പയെ കിട്ടിയിരിക്കുകയാണ്. ലോകം മുഴുവൻ മാർപ്പാപ്പയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ജീവിതമുള്ള ഒരു മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ മുത്തശ്ശി പറഞ്ഞു, അതാണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് പറഞ്ഞൊരു വാക്ക്: മോനെ, മരിക്കുമ്പോൾ ആരും ശവക്കച്ചയ്ക്ക് പോക്കറ്റ് ഇല്ല. ശവക്കച്ചയ്ക്ക് പോക്കറ്റ് ഇല്ല മോനെ. എന്തൊരു വലിയ ആശയമാണ് എന്ന് പറഞ്ഞാൽ, ഈ പത്രാസൊക്കെ കാണിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. നീ വലിയ സമ്പന്നനായി എല്ലാം കൂട്ടിവെച്ചിട്ട് കാര്യമില്ല. നിന്റെ ശവക്കച്ചയ്ക്കകത്ത് പോക്കറ്റൊന്നുമില്ല. നിനക്കൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമുക്കൊട്ട് കൂട്ടാനും പറ്റത്തില്ല, നമുക്കൊട്ട് കുറയ്ക്കാനും പറ്റത്തില്ല. നമുക്കാകെ ചെയ്യാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ് ചെയ്യാവുന്നത്? തിരുവചനം അനുസരിച്ച് ജീവിക്കുക. അതിനാണ് ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു. ഈ വചനം വായിക്കുമ്പോൾ ഞാനൊരു ചെറിയ കഥ ഞാൻ പറയാം. എങ്ങനെയാണ് തിരുവചനങ്ങൾ പഠിക്കുന്നത് വഴിയായിട്ട് നമുക്കുണ്ടാകുന്ന മാറ്റമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കഥ ഇതാണ്. ഒരു കഴുകന്റെ കുഞ്ഞ്, ഒരു കുട്ടി കൊണ്ടുവന്ന് ഒരു അടക്കോഴിയെ വെച്ചിരിക്കുകയാണ് 10-20 മുട്ടകൾ. ആ അടക്കോഴിയുടെ മുട്ടകൾക്ക് അടക്കോഴി അടയിരിക്കുന്ന ആ മുട്ടയുടെ കൂടെ എന്ത് ചെയ്തെന്നറിയാമോ? ഇവൻ ഒരു കഴുകന്റെ മുട്ടയും കൂടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ കഴുകന്റെ മുട്ടയും വിരിഞ്ഞു, കോഴിമുട്ടയും വിരിഞ്ഞു. അങ്ങനെ 20 കോഴിമുട്ടയുണ്ട്, ഒരെണ്ണം കഴുകന്റെ മുട്ടയും വിരിഞ്ഞു. എന്ത് ചെയ്തു? ഈ കഴുകന്റെ കുഞ്ഞും കോഴിക്കുഞ്ഞും എന്ത് ചെയ്യുകയാണ്? ഒരുമിച്ച് വസിക്കുകയാണ്. അവ ഒരുമിച്ച് കൊത്തിപ്പറക്കി നടക്കുകയാണ്. കഴുകൻ നടക്കുന്നത് പോലെയല്ല. കഴുകൻ സാധാരണ എന്താണ്? പറക്കാൻ ശേഷിയുള്ളതാണ്. കഴുകൻ അങ്ങനെ കൊത്തിപ്പറക്കി നടക്കേണ്ട ആണെന്നല്ല, ചെതഞ്ഞു നടക്കേണ്ട ജീവിയല്ല. പക്ഷെ ചെതഞ്ഞു നടക്കുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങളെ അനുകരിച്ചുകൊണ്ട് ഈ കഴുകൻ കുഞ്ഞും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ കൊത്തിപ്പറക്കി നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഒരു കഴുകൻ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. അങ്ങനെ വട്ടമിട്ട് പറക്കുന്നതിനിടയിൽ അത് കണ്ടു കുറച്ച് ഇരകൾ. എന്താണ് ഇരകള്? കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നു. ഇവനെ ക്രാങ്കി അടിക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ സൂക്ഷിച്ച് താഴോട്ട് വരുമ്പോഴാണ് കാണുന്നത്, എന്താണ് കാണുന്നത്? ഒരു കഴുകന്റെ കുഞ്ഞ്. ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ട
കഴുകൻ കുഞ്ഞ് അവരുടെ ശത്രുക്കളായ അവരുടെ ഇരകളായ കോഴിക്കുഞ്ഞിന്റെ കൂടെ നടക്കുന്നുവോ? അവൻ അത്ഭുതപ്പെട്ടു പോയി. ഉടൻ തന്നെ ഈ വലിയ കഴുകൻ വന്നിട്ട് ഈ കഴുകൻ കുഞ്ഞിന്റെ ചെവി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? യു ആർ നോട്ട് എ ചിക്ക് ബട്ട് യു ആർ ആൻ ഈവിൾ. എന്താ പറഞ്ഞത്? നീ കോഴിക്കുഞ്ഞല്ല, പിന്നെ നീ ആരാണ്? കഴുകന്റെ കുഞ്ഞാണ്. അവൻ ആദ്യം കേട്ടപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല. ആർക്ക്? ഈ കഴുകന്റെ കുഞ്ഞിന്. അപ്പൊ കഴുകൻ പറഞ്ഞു, നീ ഒന്ന് നോക്കിക്കേ, നിന്നെ പോലെയാണോ, നിന്റെ ചിറകുകൾ പോലെയാണോ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചിറകുകൾ? നിന്റെ രൂപമാണോ അവയ്ക്കുള്ളത്? വ്യത്യാസമുണ്ട്. നിന്റെ കാലിന്റെ ഷേപ്പ് നോക്കിക്കേ, നിന്റെ ചിറകിന്റെ ഷേപ്പ് നോക്കിക്കേ, നിന്റെ ചുണ്ടിന്റെ ഷേപ്പ് നോക്കിക്കേ, എല്ലാം വ്യത്യാസമുണ്ട്. നീ ഇങ്ങനെ കൊത്തിപ്പറക്കി നടക്കേണ്ടവനല്ല. ഞാനിങ്ങനെ അനന്തവിഭായസിൽ വട്ടമിട്ട് പറന്ന് നടന്നതുപോലെ നീയും എന്ത് ചെയ്യണം? വട്ടമിട്ട് പറക്കാനുള്ളവനാണ്. ഉടൻ തന്നെ എന്ത് ചെയ്തു? ഈ കഴുകൻ കുഞ്ഞിനെ എന്ത് ചെയ്തു? ഞാൻ നിന്നെ പഠിപ്പിക്കാം, പറക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാമെന്നും പറഞ്ഞ് അതിന്റെ ചിറകിലേക്ക് അങ്ങോട്ട് കയറ്റി നിർത്തി. അങ്ങനെ അങ്ങോട്ട് പറന്നു. ഇതൊക്കെ വിട്ടു, വീണ്ടും പിടിച്ചു, വീണ്ടും വിട്ടു. അങ്ങനെ കഴുകൻ കുഞ്ഞ് എന്തായി മാറി? യഥാർത്ഥത്തിലുള്ള കഴുകൻ കുഞ്ഞായി മാറി. അതുവരെ ആ കഴുകൻ കുഞ്ഞ് എന്തിനെ പോലെയാണ് ജീവിച്ചത്? കോഴിക്കുഞ്ഞിനെ പോലെയാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഒത്തിരി കഴിവുള്ളവരാണ് നമ്മള്. മനുഷ്യൻ എന്ന് പറയുന്നത് കഴിവിന്റെ കൂമ്പാരമാണ്. കാരണം അതിനർത്ഥമുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ ഛായയിലാണ്? ദൈവത്തിന്റെ രൂപത്തിലാണ്. മനസ്സിലായോ? ദൈവത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവനാണ് ആരെന്ന് പറയുന്നത്? മനുഷ്യൻ. കുരങ്ങനിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടോ? ഇല്ല. പട്ടിയിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടോ?